തലവൻ എന്ന സിനിമ ഞാനിപ്പോൾ കണ്ടിറങ്ങി. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ സഫാരി ചാനലൊക്കെ കാണുന്ന ഉള്ളവർക്ക് മനസ്സിലാവും. ഈ ചരിത്രം എന്നിലൂടെ എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ആ പരിപാടിയിൽ ഇപ്പം പല സമൂഹത്തിലെ പല മേഖലയിൽ പ്രശസ്തരായ വ്യക്തിത്വങ്ങൾ വന്നിട്ട് അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ വിവരിക്കുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ റിട്ടയർ ആയിട്ടുള്ള പല പ്രമുഖ ആ, പോലീസ് ഉദ്യോഗസ്ഥരും വന്നിട്ട് അവരുടെ ഓഫീസ് കാലഘട്ടം, അതായത് അവരുടെ പോലീസ് ആ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ വരുന്ന പല കേസന്വേഷണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു സിനിമ തുടങ്ങുന്നത്. അതായത് വേറൊരാൾ നറേറ്റ് ചെയ്തു പോകുന്ന, അപ്പോൾ അദ്ദേഹം തന്നെ ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള നടന്ന ഒരു കഥ അദ്ദേഹം വിവരിക്കുന്നതായിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ ട്രെയിലറിൽ കാണുന്ന പോലെ ഒരു 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 പോലീസ് സ്റ്റേഷൻ, അവിടെ ഒരു എസ് ഐ, സി ഐ, പിന്നെ രണ്ട് സ്റ്റബേണായിട്ടുള്ള രണ്ടുപേരും ഭയങ്കര സ്റ്റബേണായിട്ടുള്ള ആ ഒരു നേച്ചറുള്ള രണ്ടുപേര്. അപ്പം അവരെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് അനുകൂലിക്കാനുമായിട്ട് നിൽക്കുന്ന കുറച്ച് പോലീസുകാർ, അങ്ങനത്തെ രീതിയിലൊക്കെയാണ് കഥ തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം ഒരു കേസ് ഉണ്ടാകുന്നു. അപ്പം അത് ഒരു പ്രതിയിലേക്ക് എത്തിപ്പെടുക, അതെങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ള ഒരു കാര്യമാണ് പിന്നീട് സിനിമയിലുടനീളം നടക്കുന്നത്. അപ്പോൾ ഏതൊരു കേസന്വേഷണത്തിലും പോലീസിനെ അന്വേഷിക്കുന്ന കാര്യം ആര് എന്നതിനേക്കാളുപരി എന്തിന് എന്നുള്ളതായിരിക്കും ഒരു മോട്ടീവ്. ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്നെ കൂടുതലും ചിന്തിപ്പിച്ച അത് തന്നെയാണ്. ഇപ്പം പ്രതി ആരായിരുന്നാലും എന്തിനായിരിക്കും ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം പിന്നെ ഇതിലൊരു സീരീസ് ഓഫ് സീരീസ് അത്രയും പറയാൻ പറ്റത്തില്ല, അങ്ങനെ കുറച്ചൊരു കാര്യങ്ങൾ ഈ ഒരു കേസ് ഇതിൽ നടക്കുന്നുണ്ട്. അപ്പോഴും ഒരു പോലീസിന് വ്യക്തമായ ഒരു ക്ലൂ കിട്ടുന്നില്ല. അപ്പം തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളൊരു വ്യക്തി തന്നെ ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആണ് ഒരു കേസ് പറഞ്ഞു പോകുന്നത്. പിന്നെ അത് അവസാനം പ്രതിയിലേക്ക് എത്തുന്നു, എന്തിനായിരുന്നു ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അത് അവസാനിക്കുന്നു. അങ്ങനെയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് സിനിമ തുടങ്ങി ഒരു അരമണിക്കൂറെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ ആ ഒരു കഥ നമ്മൾ കൊളുത്തി പിടിക്കുന്ന ആ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ ഒരു ഇൻ്റർവെല്ലോടത്തേക്ക് പിന്നെ അത് ചെറുതായിട്ടൊന്ന് ലൂസായി പോയി. പിന്നെ ആ ഒരു ഗ്രാഫിലാണ് പിന്നെ സിനിമ മുന്നോട്ട് പോകുന്നത്, സെക്കൻഡ് ഹാഫ് മുഴുവനും മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് പല സിനിമകളിലും കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്, അതായത് സിനിമ അവസാനിക്കുമ്പോൾ ഒരു ടൈലൻഡ് എന്നുള്ളൊരു സംഭവം. പക്ഷേ അത് ചില സിനിമകളിൽ അത് നല്ല രീതിയിൽ നമുക്ക് വർക്കൗട്ട് ആവാറുണ്ട്. ചില സിനിമകളിൽ എന്തിനോ വേണ്ടി ചിലപ്പം കാണിക്കുന്നത് പോലെ തോന്നാറുണ്ട്. ഈ സിനിമയിലും ഒരു അങ്ങനത്തെ രീതിയിലൊന്നുണ്ട്. അത് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു നമുക്ക് സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ മടുത്തു. ഇനി നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരൂ എന്ന് മാത്രമേ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ട്രോളന്മാർക്കിടയിൽ നമ്മൾ പലരും പല അഭിനേതാക്കൾക്കും ചില പട്ടങ്ങൾ നമ്മൾ ചാർത്തി കൊടുക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും അതൊരു തമാശയ്ക്കാണ്, ഒരിക്കലും ഒരു വ്യക്തി അധിക്ഷേപം നടത്താൻ വേണ്ടിയിട്ടല്ല. അത് ആ സിനിമ നടന്മാരെ തന്നെ അവർ അഭിനയിക്കുന്ന സിനിമകളിൽ വന്നിട്ട് അതിൻ്റെ റെഫറൻസ് പറയുന്ന കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്തായിട്ട് ചീറ്റിംഗ് സ്റ്റാർ റെഫറൻസ്, അപ്പോൾ അദ്ദേഹം തന്നെ വന്നിട്ട് അതൊരു തമാശ രീതിയിൽ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഡെത്ത് സ്റ്റാർ എന്നുള്ളൊരു പദവി ട്രോളന്മാർക്കിടയിൽ നമ്മൾ തമാശയ്ക്കായിട്ട് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ഒരു സിനിമ കഴിയുന്നതോടെ ഡെത്ത് സ്റ്റാർ എന്നുള്ളൊരു പദവി ചിലപ്പം വേറൊരാൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടിരുന്ന ഒരാൾ ബാറ്റൺ കൈമാറി വേറൊരാൾക്ക് കൊടുത്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. തമാശയായിട്ടാണ് പറയുന്നത്. അതും വെറും ഡെത്ത് സ്റ്റാർ എന്നല്ല, അൾട്ടിമേറ്റ് ഡെത്ത് സ്റ്റാർ എന്ന് വേണം ഒരുപക്ഷെ നമുക്ക് പറയാൻ. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ്. അപ്പം ഓവറോൾ എന്നെ സംബന്ധിച്ചിട്ട് ഇതൊരു ജസ്റ്റ് ഒരു ഓൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നിയത്. ഒരിക്കലും ഒരു എക്സലൻ്റ് അല്ലെങ്കിൽ ഓവർ ദ ടോപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇത് പലർക്കും പല അഭിപ്രായങ്ങളാണല്ലോ. ഇപ്പോൾ ഈ സിനിമ കഴിഞ്ഞിട്ട് ഇപ്പം തീർച്ചയായിട്ടും വളരെ നല്ല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നിയ എൻ്റെ ഒരു ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അതായത് എനിക്കൊരു ജസ്റ്റ് ഒരു ഓൺ ടൈം വാച്ചബിൾ, ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയല്ല, എന്നാലും തീർച്ചയായും കണ്ടിരിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയത്.